ഇന്നത്തെ കഥ കുഞ്ഞു കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്ന ഒരു കഥയാണ്. പട്ടാളക്കാരനും ഭൂതവും. ഒരിടത്ത് ഒരു പട്ടാളക്കാരൻ ഒരു ഗ്രാമത്തിൽ താമസിച്ചിരുന്നു. അദ്ദേഹം ഒരു അവധിക്കാലത്ത് തിരിച്ച് നാട്ടിലേക്ക് വരികയാണ്. വരുമ്പോൾ ഒരുപാട് രാത്രിയായിരുന്നു. രണ്ട് വശവും കാടാണ്. നടുവിലൂടെയുള്ള വഴിയാണ് അദ്ദേഹം നടന്നു വരുന്നത്. ഒരുപാട് താമസിച്ചു. രാത്രി ഒത്തിരി താമസിച്ചു. അദ്ദേഹത്തിന് നല്ല വിശപ്പും ദാഹവും ഒക്കെ ഉണ്ട്. എന്നാൽ വഴി അരികിലൊന്നും ഒരു വീടോ കടയോ ഒന്നും കാണാനില്ല. അദ്ദേഹം വളരെ ക്ഷീണിതനായി നടന്നു വരികയായിരുന്നു. ആ സമയത്താണ് ദൂരത്തൊരു വെളിച്ചം കണ്ടത്. അദ്ദേഹം ഒരിത്തിരി ആശ്വാസത്തോടെ അങ്ങോട്ടേക്ക് നടന്നു. അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് അതൊരു വലിയ ബംഗ്ലാവാണ്. അകത്ത് കയറി നോക്കിയപ്പോൾ കാര്യമായിട്ട് ആരെയും കണ്ടില്ല. ആരെയും കാണാനില്ല. അദ്ദേഹം ഒരുപാട് തവണ വിളിച്ചു നോക്കി, ആരെയും കണ്ടില്ല. നേരെ നോക്കുമ്പോൾ തൊട്ടപ്പുറത്തെ മുറിയിൽ തീന്മേശയിൽ നിറയെ ഭക്ഷണ സാധനങ്ങൾ വിളമ്പി വച്ചിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ അടക്കാനാവാത്ത വിശപ്പ് കൊണ്ട് അത് മുഴുവൻ കഴിച്ചു. കഴിച്ച പാടെ ക്ഷീണം കൊണ്ട് അദ്ദേഹത്തിന് വല്ലാതെ ഉറക്കം വന്നു. തൊട്ടടുത്ത മുറിയിൽ തന്നെ അദ്ദേഹം പട്ടുമെത്ത കണ്ടതുകൊണ്ട് അവിടെ പോയി നന്നായി കിടന്നുറങ്ങി. കുറെ നേരം കഴിഞ്ഞപ്പോൾ വലിയൊരു ഒച്ചപ്പാട് കേട്ടിട്ടാണ് അദ്ദേഹം എഴുന്നേറ്റത്. എഴുന്നേറ്റ് നോക്കുമ്പോഴുണ്ട് വലിയൊരു ഭൂതത്താൻ ഇങ്ങനെ വരുമ്പോ ഭൂമി കുലുങ്ങുന്നുണ്ട്. ബും ബും ബും. അദ്ദേഹത്തിന് ആകെ പേടിയായി. എന്ത് ചെയ്യും? അനുവാദമില്ലാതെ കൊട്ടാരത്തിനകത്ത് കയറി അതിനകത്തിരുന്ന ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ചില്ലേ. പോരാത്തതിന് ആ കട്ടിലിൽ കിടന്ന് ഉറങ്ങുകയും ചെയ്തു. അദ്ദേഹം പതിയെ ഒരു കർട്ടന് പുറകില് ഒളിച്ചിരുന്നു. ഭൂതത്താൻ വരുമ്പോ ഒരു മനുഷ്യന്റെ മണം. എന്റെ കൊട്ടാരത്തിനുള്ളിൽ ഇത് എവിടുന്നാണ് ഒരു മനുഷ്യന്റെ മണം? ഭൂതത്താൻ ചുറ്റിലും നോക്കി. ആരെയും കണ്ടില്ല. എങ്കിലും അവിടെ മുഴുവനൊന്ന് പരതി. ഭൂതത്താന്റെ കണ്ണിന്ന് ആർക്ക് ഒളിച്ചിരിക്കാൻ പറ്റും? ഭൂതത്താൻ കണ്ടുപിടിച്ചു. പട്ടാളക്കാരൻ ആലില പോലെ വിറയ്ക്കുമായിരുന്നു പേടികൊണ്ട്. അതേസമയം ഭൂതത്താനോട് പട്ടാളക്കാരൻ പറഞ്ഞു, ഞാൻ അവധിക്കാലത്തിന് വേണ്ടി വീട്ടിലേക്ക് വന്നതാണ്. എന്നോട് അങ്ങ് ക്ഷമിക്കണം. ഞാനിവിടെ വന്നപ്പോൾ ആരെയും കാണാത്തത് കൊണ്ടാണ് ഇവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ചത്. ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതാണ്. എൻ്റെ വീട്ടിൽ എനിക്കൊരു മകളാണുള്ളത്. എൻ്റെ വരവിന് വേണ്ടി അവൾ കാത്തിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഭൂതത്താൻ പറഞ്ഞു, ശരി, നിന്റെ മകൾക്ക് വേണ്ടി നിന്നെ ഞാൻ വിട്ടയക്കാം. പക്ഷേ നീ എന്നെ തോൽപ്പിക്കണം. നമുക്ക് മത്സരം വെക്കാം. പട്ടാളക്കാരൻ വീണ്ടും ഒന്നും കൂടി പേടിച്ചു. ഭൂതത്താനെ ഏത് മത്സരത്തിലാണ് തനിക്ക് തോൽപ്പിക്കാൻ പറ്റുക? അദ്ദേഹം ആകെ കുഴഞ്ഞു. ഭൂതത്താൻ പറഞ്ഞു, നേരം വെളുക്കട്ടെ, നമുക്ക് മത്സരം വെക്കാം. അതിൽ ആരാ ജയിക്കുന്നതെന്ന് നമുക്ക് നോക്കാലോ. പട്ടാളക്കാരനൊരു സമാധാനമായി. രാവിലെ വരെ ജീവനോടെ ഇരിക്കാലോ. അത് കഴിഞ്ഞല്ലേ ഭൂതത്താൻ പിടിച്ച് തിന്നുള്ളൂ. അങ്ങനെ ഇരുന്ന് നേരം വെളുത്തു. ഭൂതത്താൻ പട്ടാളക്കാരനെ വിളിച്ചിട്ട് ഒരു കല്ലെടുത്ത് കൈ മുറുക്കി അതങ്ങ് പൊടിച്ചു. തരിതരിയായിട്ട് പൊടിഞ്ഞു വീഴുന്ന ആ പാറ കാണിച്ച് ഭൂതത്താൻ പറഞ്ഞു, നിനക്കിതുപോലെ ഈ പാറ പൊടിച്ചെടുക്കാൻ പറ്റുമോന്ന് ചോദിച്ചു. ആ സമയത്ത് പട്ടാളക്കാരന് പെട്ടെന്നൊരു ഐഡിയ വന്നിട്ട് കയ്യിലുണ്ടായിരുന്ന ഒരു പാൽക്കട്ടി എടുത്ത് പിഴിഞ്ഞു. ചൂടല്ലേ. ആ സമയത്ത് പാൽക്കട്ടി കയ്യിലിരുന്ന് ഉരുകി വെള്ളം പോലെയായി. പാറ പൊടിച്ച് വെള്ളമാക്കിയോ? അപ്പൊ തന്നെ ഭൂതത്താന് പട്ടാളക്കാരനില് ചെറിയ ഒരു എന്താ പറയാ മതിപ്പ് തോന്നി. അടുത്തതായിട്ട് വെച്ചത് എന്താണെന്നറിയോ? ഒരു കല്ലെടുത്തു. ഭൂതത്താൻ നേരെ മേളിലേക്ക് എറിഞ്ഞു. കുറേ നേരം എടുത്തു ആ കല്ല് തിരിച്ചു വരാൻ. എന്നിട്ട് ഭൂതത്താൻ പട്ടാളക്കാരനോട് പറഞ്ഞു,
ഞാൻ ഈ എറിഞ്ഞ കല്ല് ഇതിൽ കൂടുതൽ നേരം നിനക്ക് കല്ല് മേളിൽ നിർത്താൻ പറ്റുകയാണെങ്കിൽ നീ ജയിക്കും. അതെങ്ങനെ പറ്റും? ഭൂതത്താൻ എറിഞ്ഞ അതേ ഇന്റൻസിറ്റിയിൽ എങ്ങനെയാണ് ഒരു പട്ടാളക്കാരന് കല്ലെറിയാൻ പറ്റുക? പറ്റില്ല. അപ്പോഴാണ് പട്ടാളക്കാരൻ തൊട്ടടുത്തിരിക്കുന്ന ഒരു കുഞ്ഞു കുരുവിയെ കണ്ടത്. പട്ടാളക്കാരൻ നേരെ ഈ കുരുവിയെ എടുത്ത് മേളിലേക്ക് എറിഞ്ഞു. കുരുവിയെ മേളിലേക്ക് എറിഞ്ഞ എന്താ പറ്റുക? അത് പറന്ന് അതിന്റെ പാട്ടിന് പോവും. തിരിച്ചു വരുവോ? ഇല്ല. പട്ടാളക്കാരൻ എറിഞ്ഞ കല്ലും നോക്കി കുറേ നേരം നിന്ന് മടുത്ത ഭൂതത്താൻ പറഞ്ഞു, ഈ മത്സരത്തിൽ നീ വിജയിച്ചിരിക്കുന്നു. അപ്പൊ പട്ടാളക്കാരനൊരു ബുദ്ധി തോന്നി. പട്ടാളക്കാരൻ തിരിച്ചു പറഞ്ഞു, ശരി, ഇത്രയും നേരം അങ്ങ് പറഞ്ഞ മത്സരങ്ങളിലെല്ലാം ഞാൻ പങ്കെടുത്തില്ലേ, ഇനി ഒരു മത്സരം ഞാൻ പറയട്ടെ. ഞാൻ ചെയ്യുന്ന കാര്യം അങ്ങ് അതുപോലെ ചെയ്ത് കാണിച്ചാൽ മതി, വേറൊന്നും വേണ്ട. അതിന് ഞാൻ ജയിച്ചാൽ മാത്രം അങ്ങ് എന്നെ വിട്ടയച്ചാൽ മതി എന്ന് പറഞ്ഞു. പട്ടാളക്കാരനും സമ്മതിച്ചു. അങ്ങനെ മത്സര സമയമായി. പട്ടാളക്കാരൻ എന്താ ചെയ്താന്നറിയോ? ഭൂതത്താന്റെ 2 കാലിന്റെ ഇടയിൽ കൂടി ഓടിക്കാണിച്ചു. ഹായ്, എന്ത് രസല്ലേ! ഭൂതത്താൻ ആകപ്പെട്ടു. ഭൂതത്താൻ വലിയ ശരീരമല്ലേ, എങ്ങനെ ഓടാനാണ്? അങ്ങനെ ആ മത്സരവും പട്ടാളക്കാരൻ ജയിച്ചു. പട്ടാളക്കാരന്റെ ബുദ്ധിയും സാമർഥ്യവും അംഗീകരിച്ച ഭൂതത്താൻ അദ്ദേഹത്തിന്റെ മകൾക്ക് വേണ്ടി നിറയെ സമ്മാനങ്ങളും പൊന്നും പണവും ഒക്കെ കൊടുത്ത് പട്ടാളക്കാരനെ സന്തോഷത്തോടു കൂടി യാത്രയാക്കി. എങ്ങനെയുണ്ട് കൂട്ടുകാരെ ഈ കഥ? ഇത് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. നമ്മുടെ പട്ടാളക്കാരൻ്റെയും ഭൂതത്തിൻ്റെയും കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ. കഥയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പം ശരി, അടുത്ത കഥയുമായി അടുത്ത ദിവസം കാണാം.